നിലമ്പൂർ തിളയ്ക്കുന്നു എന്നാണ് ചോദ്യം. സുജയ പാർവതി. തിളയ്ക്കുന്നുണ്ടല്ലോ. തിളയ്ക്കുക മാത്രമല്ല, നമ്മുടെ ഈ ചർച്ചയടക്കം അതിന് തിളയ്ക്കാനായിട്ടുള്ള ഒരു മരുന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്ന രീതിയിലാണല്ലോ ഇന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മറുപടി നമ്മൾ കണ്ടത്. അദ്ദേഹം അടക്കം ശ്രദ്ധിക്കുന്ന ഒരു ചർച്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തിൽ, അതായത് ഈ ക്ഷേമ പെൻഷൻ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഇന്ന് KC വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നടത്തിയ വിശദീകരണം, ക്ഷേമ പെൻഷനെ കുറിച്ച് താൻ പറഞ്ഞ ഭാഗം, അത് പ്രസംഗത്തിന്റെ ഒരു ഭാഗം വളച്ചൊടിച്ച് ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം 2-ാം തീയതി UDF കൺവെൻഷനിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹം ഉമ്മൻചാണ്ടി കാലത്തെ പെൻഷനെ കുറിച്ച്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് മൾട്ടിപ്പിൾ പെൻഷൻ കിട്ടിയിരുന്നു, അത് ഏകീകരിച്ച് ഒരു വലിയ തുകയായി തൊഴിലാളിക്ക് കൊടുക്കുന്നു, ഒറ്റ പെൻഷൻ എന്ന രീതിയിൽ അതിനെ പുനഃക്രമീകരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തത്. അപ്പോൾ ആ ഏകീകരിച്ച പെൻഷൻ ഇപ്പോൾ എല്ലാ മാസവും പെൻഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ കുടിശ്ശിക ഇപ്പോഴും പെൻഡിംഗ് ആണ്. ആ പെൻഡിംഗ് കുടിശ്ശിക ബാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? അത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കാനാണ് എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ പെൻഷൻ ഗുണഭോക്താക്കളെ, ഞാൻ KCയുടെ പ്രസംഗം വീണ്ടും എടുത്തു കേട്ടു, പെൻഷൻ ഗുണഭോക്താക്കളെ നേരിട്ട് KC വിമർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. നേരിട്ട് പെൻഷൻ ഗുണഭോക്താക്കളെയല്ല, സർക്കാരിനെയാണ് വിമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ആ ഒരു ക്ലാരിഫിക്കേഷൻ KC വേണുഗോപാൽ നടത്തിയത്. കുടിശ്ശിക കൊടുക്കാൻ അവസരമായി കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെയാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 2 ഗഡു കുടിശ്ശിക കൊടുക്കുന്നതായി അനൗൺസ് ചെയ്തുകൊണ്ട് അത് കൊടുത്തു എന്നുള്ളതാണ് UDF അതിന് ആധാരമായി, അല്ലെങ്കിൽ KC വേണുഗോപാൽ പറഞ്ഞതിന്റെ ഒരു വിവരിക്കലായി, വിശദീകരണമായി ഇപ്പോൾ UDF നേതാക്കൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 7 മാസത്തെ കുടിശ്ശികയിൽ 2 എണ്ണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകി. ഈ വർഷം 1 മാസത്തെ കുടിശ്ശിക ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് നൽകി തുടങ്ങി. പക്ഷേ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ 1 മാസത്തെ കുടിശ്ശിക എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ്. അതായത് ഓപ്പറേഷൻ പഹൽഗാം നടക്കുന്ന വേളയിലാണ് ഈ കുടിശ്ശിക കൊടുക്കുന്ന അനൗൺസ്മെന്റ് വരുന്നത്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് അതിനുശേഷമാണ്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വെക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്ന വേളയിലാണ് ആ കുടിശ്ശിക കൊടുത്തിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരും എന്നുള്ളത് മുൻനിർത്തി സർക്കാർ കൊടുത്തതാണ് എന്നതാണ് UDFന്റെ വാദം. ഇവിടെ ഈ ക്ഷേമ പെൻഷൻ വിഷയത്തിൽ 62 ലക്ഷം ഗുണഭോക്താക്കളെയാണ് പറഞ്ഞത് എന്ന രീതിയിലുള്ള ഇടതുപക്ഷത്തിന്റെ വ്യാഖ്യാനം ഒരുപക്ഷെ 1-2 ദിവസം കൂടിയൊക്കെ നിലമ്പൂരിൽ തിളയ്ക്കുമായിരിക്കും. പക്ഷേ ഇവൻച്വലി ഇനിയിപ്പോൾ 2 ആഴ്ച കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം എടുത്തു പറയുന്നുണ്ട്? പ്രത്യേകിച്ചും വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ കേന്ദ്രത്തിൽ നിന്ന് അനുമതി തേടിക്കൊണ്ടുള്ള കത്ത് കൊടുത്ത് ആ വിഷയം അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ കാളികാവിൽ ഇറങ്ങിയ നരഭോജി കടുവ പോലെ ഒരു കടുവയോ പുലിയോ ഇറങ്ങിയാൽ തീരാൻ പോകുന്നതേ ഉള്ളൂ നിലമ്പൂരിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതായത് ഒരു വന്യജീവിക്ക് തീരുമാനിക്കാവുന്ന തെരഞ്ഞെടുപ്പ് വിഷയമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് വനമന്ത്രി AK ശശീന്ദ്രനും സർക്കാരും ഒക്കെ പ്രാർത്ഥിച്ചാൽ കൊള്ളാം, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഈ വന്യജീവി വിഷയം അത് നിലമ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മലയോര മേഖലയുടെ വിഷയങ്ങൾ, അവിടുത്തെ നാട്ടുകാരുടെ വിഷയങ്ങൾ, അത് എത്രത്തോളം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങളിലേക്ക്, ക്ഷേമ പെൻഷൻ, മലപ്പുറം പരാമർശം, ഇതൊക്കെ സാധാരണക്കാരായ താഴെത്തട്ടിലുള്ള ജനങ്ങൾ, വോട്ടർമാരായിട്ടുള്ള ഇടത്തരക്കാരായിട്ടുള്ള ആളുകൾ എത്രത്തോളം ചർച്ച ചെയ്യുന്നുണ്ട്. അടുത്ത 2 ആഴ്ചക്കാലം എത്രത്തോളം ഇതൊക്കെ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, അതും വിഷയമാണ്. അവിടെയാണ് ഇവിടെ ജനങ്ങൾ ഒരു പ്രധാന ചോയ്സ് എടുക്കേണ്ട ഒരു സമയമായി മാറുകയാണ്. അവരുടെ MLA ആയിരുന്ന PV അൻവറിനെ തുടരണമെന്നാണെങ്കിൽ എന്തിനാണ് അൻവർ രാജിവെച്ച് പോയത്? MLA ആയ PV അൻവർ തുടരണം അല്ലെങ്കിൽ തുടരേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കാണല്ലോ അവർ എത്തേണ്ടത്. അപ്പോൾ അൻവർ എവിടെയായിരുന്നു? അൻവർ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. അപ്പോൾ ആ ഇടതുപക്ഷം കൊള്ളില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്ന PV അൻവറാണ്. അപ്പോൾ പിന്നെ ഇടതുപക്ഷം തുടരണം, തുടർ ഭരണത്തിനായി ഒരു വോട്ട് ചോദിച്ചുകൊണ്ട് M സ്വരാജ് ചെല്ലുമ്പോൾ എങ്ങനെയാണ് അതിന് വോട്ട് ചെയ്യുക എന്നൊരു ചോദ്യമോടെ നിൽക്കുന്നുണ്ട്. അവിടെയാണ് സ്വരാജിന് കൃത്യമായ ഒരു എതിരാളിയായി മാറാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം. ഡോക്ടർ അരുൺ കഴിഞ്ഞ ദിവസം വലിയ കണക്കുകളൊക്കെ പറഞ്ഞിരുന്നു ആര്യാടൻ ഷൗക്കത്തിനെ പറ്റി. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ അങ്ങ് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പിന്നോട്ട് പോകുന്നത് പോലെയാണ്. പൂർത്തിയാക്കട്ടെ. കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞത് എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് വിജയം ഉറപ്പിച്ചു എന്ന മട്ടിലാണ്. എന്തായാലും താങ്കൾ ഉറപ്പിച്ചിട്ടില്ല. PV പ്രകാശിന്റെ കണക്കിൽ 72,000 വോട്ട് അവിടെ ഉണ്ട്. ശരി, അത്രേ ഉള്ളൂ. അത് പറഞ്ഞു. ഓക്കെ. അപ്പോൾ M സ്വരാജിന്റെ കാര്യത്തിൽ ഈ ഒരു ഉറപ്പൊന്നും ഇന്നലെ കണ്ടിരുന്നില്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പ്രേക്ഷകർക്ക് നല്ല ഓർമ്മയുണ്ടാകും. ഓക്കെ, അതിപ്പോ സൈറ്റ് നോക്കി ആർക്കും അറിയാം. ശരി, അപ്പോൾ എന്തായാലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് PV അൻവർ ആണെന്നും അതേ PV അൻവർ തന്നെ ഞാൻ ഈ സ്ഥാനം ത്യജിക്കുകയാണെന്ന് പറഞ്ഞ അതേ PV അൻവർ വീണ്ടും വന്ന് മത്സരിക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്നും അത് പറയുകയാണ്. PV അൻവർ എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ
ഡിസിസീവ് ആയിട്ടുള്ള ഫാക്ടർ. അൻവർ എത്ര വോട്ട് പിടിക്കുന്നു, അത് ആരുടെ വോട്ട് പിടിക്കുന്നു, അതാണ് അവിടെ PV അൻവർ 75,000 പിടിച്ചില്ലെങ്കിലും പോട്ടെ സാറേ, 25,000 പിടിച്ചാൽ മതി. 25,000 പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ എഴുതി കൂട്ടുന്ന കണക്കൊക്കെ വെറുതെയാകും. ഡോക്ടർ അരുൺ ഇങ്ങനെ ഇരുന്ന് എഴുതി ഓരോ ദിവസവും പുതിയ കണക്കുകൾ ചേർത്ത് ഒരു കണക്ക് പുസ്തകം ഇറക്കാമെന്നല്ലാതെ ഈ കണക്ക് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, ഞാൻ ഇടപെട്ടില്ലല്ലോ താങ്കൾ പറഞ്ഞപ്പോൾ. താങ്കൾ കണക്ക് പറഞ്ഞപ്പോൾ കണക്കിനെ എനിക്ക് കോട്ട് ചെയ്യണം. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ഒരു കണക്കും പ്രസന്റ് ചെയ്തിട്ടില്ല. ഇല്ല, ഓക്കെ. അപ്പോൾ അദ്ദേഹം UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയതാണ്. ശരി, അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ആർക്കൈവിൽ കിടപ്പുണ്ടല്ലോ അങ്ങയുടെ വിജയ പ്രതീക്ഷ ആർക്കൊപ്പമാണ് എന്നൊക്കെ വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. അൻവർ മത്സരിക്കുകയാണെങ്കിൽ LDF-നാണ് വിജയ സാധ്യത എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു. അഡ്വാൻറ്റേജ് സ്വരാജിനാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശരി, ഇന്നത്തെ ഒരു എങ്ങനെയാണ്? അതല്ലേ നേരത്തെ കേട്ടില്ലേ? ശരി, ഓക്കെ. എന്തായാലും ഓരോ ദിവസത്തേതും പ്രേക്ഷകർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. ഡോക്ടർ അരുണിന്റെ കണക്കുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിയിട്ടില്ല. ഇത് എന്തിനാണ് നിങ്ങൾ എന്നെ കൂട്ടിയെന്ന് ആവശ്യമായിട്ട്? നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ പറയണം സുജയ. ശരി, ഓക്കെ. അദ്ദേഹം ഇങ്ങനെ കുറെ കണക്കുകൾ പറയുന്നുണ്ടാണ്. പ്രേക്ഷകർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇവിടെ മാത്രമല്ല, KC വേണുഗോപാൽ പറഞ്ഞത് വലിയ തിരിച്ചടിയായി കോൺഗ്രസിന് മാറുന്നു, കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട് വാദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഈ വിഷയമൊക്കെ 1-2 ദിവസം LDF-ന് കത്തിക്കാമെന്നല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റും. മോഹൻ ജോർജ് വിചാരിക്കുന്നതിന്റെ അല്ലല്ലോ. ആ മണ്ഡലത്തിലെ വോട്ടർമാർ വിചാരിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും എക്കാലവും അടിച്ചുകൊണ്ടേയിരിക്കണം. ആ അടിയിൽ നിന്ന് ഈ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന കുറുക്കനെ പോലെ കാത്തിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവിടെ കോൺഗ്രസും ലീഗും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർന്നു. അതാണ് VD സതീശൻ ഇന്ന് ആത്മവിശ്വാസത്തോടെ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും മറുപടി പറയുന്നത്. തമ്മിലടിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു, എല്ലാവരും തീർന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് UDF മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി 2 ആഴ്ചയുണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്താനൊക്കെ സാധിക്കുന്ന സാഹചര്യം അവിടെയുണ്ട്. അതേസമയം തന്നെ M സ്വരാജിന് ഒരു ഒത്ത എതിരാളിയാണോ ആര്യാടൻ ഷൗക്കത്ത് എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. അല്ല, അല്ലല്ല, നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരാൾക്ക് M സ്വരാജ്, ഒരാൾക്ക് ആര്യാടൻ ഷൗക്കത്ത്, ഒരാൾക്ക് PV അൻവർ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരെയും പറയേണ്ട ആവശ്യമില്ല. അതെ, ഞാൻ BJP-യുടെ ഭാഗം പറയണമെന്ന് താങ്കൾക്ക് എന്താ? എനിക്ക് M സ്വരാജ് ജയിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാനത് പറയും. അല്ലല്ല, അത് അത്യന്തം അപകടകരമായ ഒരു നീക്കമായിരിക്കും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അപകടം ഞാൻ നോക്കി. അതേപോലെ ഇടതുപക്ഷത്തിലും ശരി, ഓക്കെ. അപ്പോൾ സ്വരാജ് ഇടതുപക്ഷം തീരുമാനിച്ചോളും, ഡോക്ടർ അരുൺ തീരുമാനിക്കേണ്ട. അപ്പോൾ എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനെ വളരെ വ്യക്തമായ സ്വരാജ് പറഞ്ഞിട്ടുണ്ട്. വർഗീയവാദികളായ ഒരാളുടെയും വോട്ട് വേണ്ട, നല്ല മനുഷ്യരുടെ വോട്ട് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തെല്ലാം ഉണ്ട്. ശരി, അപ്പോൾ വർഗീയവാദികൾ ആരൊക്കെയാണ് എന്നുള്ളത് M സ്വരാജിന് അറിയാമായിരിക്കുമല്ലോ. ഡോക്ടർ അരുൺ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ താങ്കൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അതായി മാറാൻ പോകുന്നില്ല. ഞാൻ എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാം. അപ്പോൾ നമ്മൾ മലപ്പുറത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അല്ലാതെ ഡോക്ടർ അരുണിന്റെ വാലിഡേഷന് വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും പാലക്കാടിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലുള്ള വിജയം ഉണ്ടാകുമെന്ന് ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അനുസരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ കണക്കുകൂട്ടൽ അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UDF ഒന്നിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ലീഗിന്റെ വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യിക്കാൻ ലീഗിന് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വിജയത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. മറുഭാഗത്ത് CPIM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ തോറ്റവരുടെ കണക്കാണ് കൂടുതൽ, ജയിച്ചവരുടെ കണക്കിനേക്കാൾ തോറ്റവരുടെ കണക്കാണ് കൂടുതൽ എന്നുള്ളത് ഒരു നെഗറ്റീവ് ഫാക്ടറായി അവിടെ M സ്വരാജിന് നിൽക്കുന്നുണ്ട്. അതിനെ സ്വരാജിന് അടുത്ത 2 ആഴ്ച കാലം കൊണ്ട് മറികടക്കേണ്ടതുണ്ട്. ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ അതിനിടയിൽ BJP എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. BJP നിലമ്പൂരിൽ ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥി നിർത്താതിരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ മോഹൻ ജോർജിനെ നിർത്തുന്നു. മലയോര മേഖലയിലെയും ക്രൈസ്തവരുടെയും അതുപോലെ തന്നെ മറ്റ് കുറെ വോട്ടുകൾ കൂടി അവിടെ NDA സമാഹരിക്കും. എന്നാലും K സുരേന്ദ്രൻ പിടിച്ച 17,000 അതിനപ്പുറത്തേക്കൊന്നും പോകാനുള്ള ഒരു സാധ്യത നിലമ്പൂരിൽ BJP-ക്ക് ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ LDF-ഉം UDF-ഉം തമ്മിലുള്ള പോരാട്ടം, അതിനിടയിൽ നിൽക്കുന്ന MLA ആയിരുന്ന PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ, അതാണ് നിലമ്പൂരിലെ ഇത്തവണത്തെ പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് ഞാൻ എന്തായാലും കാണുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് ഒരിക്കൽ കൂടി ഞാൻ ക്ലിയർ ആക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ കേരളത്തിന്റെ നല്ല കാതലുള്ള ഒരു വിജയമായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക എന്നത് ഉറപ്പാണ്. അതിപ്പോൾ വഴിക്കടവും മൂത്തേടവും ലീഗിന്റെയും കോൺഗ്രസിന്റെയും സ്വാധീന മേഖലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. പ്രചാരണത്തിലായാലും അതുപോലെ എടക്കര, ചുങ്കത്തറ, കരുളായി, ഇവിടെ UDF-ന് മുൻതൂക്കമുണ്ടെന്ന് UDF അവകാശപ്പെടുമ്പോൾ അവിടെ LDF കൃത്യമായി കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പോക്കറ്റുകളിൽ സ്വാധീനം ഉറപ്പിക്കാൻ, നിലവിലെ സ്വാധീനം ഇരട്ടിപ്പിക്കാൻ LDF ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോത്തുകൽ പഞ്ചായത്തും നിലമ്പൂർ നഗരസഭയും പൂർണ്ണമായും ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ 2 ആഴ്ചത്തെ പ്രചാരണം കൊണ്ട് LDF-ന് ചെല്ലാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ടു M സ്വരാജാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും അതുകൊണ്ടാണ് M സ്വരാജിന്റെ സാധ്യതയെ പറ്റി പറഞ്ഞത്. അമരമ്പലം പഞ്ചായത്തിൽ കിട്ടിയ വോട്ടാണ് കഴിഞ്ഞ തവണ VV പ്രകാശ് എന്ന ജനകീയനായ നിലമ്പൂരിന്റെ പൾസറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയിൽ നിന്ന് അൻവറിന് വിജയം തുടരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് അമരമ്പലം പഞ്ചായത്താണ്. 2700 വോട്ട് എങ്കിലും പിടിക്കാൻ പറ്റിയത് അമരമ്പലം പഞ്ചായത്ത് കൊണ്ടാണ്. അപ്പോൾ ഓരോ പഞ്ചായത്തിലെയും സാധ്യതകൾ, അതുപോലെ ഓരോ പഞ്ചായത്തിലെയും പ്രശ്നങ്ങൾ, ഈ ഒരു മണ്ഡലമല്ലേ ഉള്ളൂ, അപ്പോൾ അതിലെ ഓരോ ഇടത്തെയും പ്രശ്നങ്ങൾ എടുത്ത് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം.
ചെയ്യണം. അല്ലാതെ വനം വന്യജീവി സംഘർഷം എന്ന് പറയുന്ന വിഷയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതേക്കുറിച്ചും കഴിഞ്ഞ ദിവസം കേസി പറഞ്ഞിരുന്നു കേട്ടോ. അതൊന്നും ഈ വിവാദം ഉണ്ടാക്കുന്നവർ ചർച്ച ചെയ്തില്ല. എന്തായാലും കൃത്യമായ വിഷയങ്ങൾ എടുത്തു വെച്ച് ചർച്ച ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ആയി അവർക്ക് തോന്നുക കൂടിയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വിജയം പോകും. അല്ലാതെ പഴയകാല ചരിത്രം അതിനനുസരിച്ചിട്ടുള്ളൊരു ജനവിധിയൊന്നും നമുക്ക് ഈ പുതിയ കാലത്ത് 2025 നിലമ്പൂരിനെ കുറിച്ച് പറയാൻ കഴിയില്ല. ഇവിടെ അൻവർ എത്ര വോട്ട് പിടിക്കും, അതാണ് ഇവിടുത്തെ ബിഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കാണുന്നത്. Meet the editors.